ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനായിട്ട് ആദ്യത്തേന് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഇപ്പം ഞങ്ങളിതൊരു 5 പേർക്ക് കഴിക്കാനുള്ള ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ചേർക്കാമോ അതെല്ലാം ചേർക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, കാബേജ് ഇതെല്ലാം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഒന്നുമില്ലായിരുന്നു, വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സവാളയും നമ്മുടെ ടൊമാറ്റോയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനൊരു 3 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത്തിരി നേരം ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഇച്ചിരി ഒന്ന് പച്ചപ്പ് മാറി കഴിയുമ്പം നമ്മളിതൊന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഉപ്പൂടെ വിതറിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അന്നേരം കാരണം നമുക്കൊരിത്തിരി പീസ് അതിൽ കിട്ടണം. അതനുസരിച്ച് ഒത്തിരി അങ്ങ് പൊടി പോലെ അങ്ങ് ആക്കല്ല്. അഥവാ ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിങ്ങെടുക്കണം, കോരിയിങ്ങെടുക്കണം. മുട്ട ഇപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നിങ്ങൾക്ക് മുട്ട കുറച്ചുകൂടെ ചേർക്കുമ്പം കുറച്ചുകൂടെ നമുക്കതിൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പം കുറേയും കൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം വെജിറ്റബിൾസ് ഇതിനേക്കായി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതുപോലെ മുട്ടയൊക്കെ ചേർക്കുമ്പം വളരെ നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിനൊക്കെ കൊടുത്തു വിടാൻ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ ഞാനൊരു സ്വല്പം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് സവാള ഒത്തിരി ഒന്ന് വഴരണ്ട, കുറച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടൊമാറ്റോയും ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി നേരം വേണമെങ്കിലൊന്ന് അടച്ചു കൊടുക്കാം. ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്നിറങ്ങി അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടും. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 10-12 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കാം. ഞാൻ പറഞ്ഞിവിടെ ഞങ്ങൾ 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 1-2 പേരുള്ളെങ്കിൽ അതനുസരിച്ച് ബ്രെഡിൻ്റെ പീസിൻ്റെ അളവൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ആ ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വന്നോണേ വളരെ കുറച്ച് പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കച്ചപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ മസാലകൾ ഒന്ന് ലൂസാവാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയ ബ്രെഡുകൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കണം. കാരണം ബ്രെഡൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ആദ്യമേ ഇട്ടങ്ങ് ഇളക്കരുത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കച്ചപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം. അത് കുറഞ്ഞു പോയാൽ ബ്രെഡിന് അതിൻ്റേതായ ടേസ്റ്റ് വരത്തില്ലേ. അത് കുറച്ച് നേരം നമ്മളിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ചതിന് ശേഷം ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി നേരം ചെറിയ തീയിലൊന്ന് അടച്ചു കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഇളക്കരുതെന്ന് പറയുന്നത് അതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷമേ ഇളക്കാവൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ 2 സൈഡിലും 2 കൈയിലും സ്പൂൺ പിടിച്ചിട്ട് നമ്മളെ നൂഡിൽസൊക്കെ ഇല്ലേ പൊക്കിയെടുക്കുന്നത് പോലെ അങ്ങനെ മിക്സ് ആക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ടയും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അപ്പോൾ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ എടുത്തേക്കുന്നത് വീറ്റിൻ്റെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ഇതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ബ്രെഡിൻ്റെ പീസിൽ വ്യത്യാസം വരുത്താമേ. ഇതെന്ന് പറയുന്നത് ഇച്ചിരി മധുരമുള്ള സ്നാക്സാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം ഇപ്പോൾ ഉണ്ടാക്കിയത് ഇത്തിരി എരിവൊക്കെ ഉള്ളതല്ലേ, ഇത് ഇത്തിരി മധുരം ആയിക്കോട്ടെ. ഇതുപോലെ ആദ്യം എടുത്തതുപോലെ ഒരു 10-12 പീസ് ബ്രെഡ് ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. പാലിനൊന്നും ഒരളവില്ല, നമുക്ക് ഈ ബ്രെഡൊന്ന് കുതുക്കാനായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്കൊരു 3 മുട്ട ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടയുടെ അളവിൽ വീണ്ടും കൂടുതൽ ചേർക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ മുട്ട കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കുറച്ച് വേണ്ടി വരും. കാരണം മുട്ടയിലുള്ള ആ ലിക്വിഡ് കൂടെ ഇതിൻ്റെ അകത്ത് ചേരുന്ന ഉടനെ നമുക്ക് ഈ ബ്രെഡൊന്ന് നന്നായി കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായി നിങ്ങൾക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം.
ഏലക്കാപ്പൊടി വേണമെങ്കിൽ അത് ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി. വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പം ഇതൊന്നും ചേർത്തിട്ടില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ബ്രെഡ് കുറച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രെഡ് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ഒത്തിരി അത് മുങ്ങിയില്ലേലും അത് കുറേശ്ശെ കഴിഞ്ഞ് ഇതിങ്ങനെ ഇതുപോലെ ബ്രെഡ് അങ്ങ് സോഫ്റ്റ് ആവും. അതനുസരിച്ച് നിങ്ങൾ ഇത് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് പാനിലൊന്ന് ഇടാനായിട്ട് ഒത്തിരി ലൂസല്ല, ഇതുപോലൊക്കെ മതി. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ എടുക്കുമ്പം ഇതുപോലൊരു പിടിയുള്ള പാൻ എടുത്താൽ വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കിതൊന്ന് തിരിച്ചൊക്കെ ഇടണം വേറൊരു പ്ലേറ്റിലോട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് പുരട്ടാം, നെയ്യില്ല എങ്കിൽ ഓയിൽ പുരട്ടാം, ബട്ടർ പുരട്ടാം. ഈ പാനിൻ്റെ ഈ സൈഡിലെല്ലാം ഇതുപോലെ തേക്കണേ, കാരണം അത് പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന്, ഞാനിപ്പോൾ ഇത് മൊത്തം ഒരുമിച്ചിടുന്നില്ല, കുറച്ച് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം നന്നായി എല്ലായിടും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇങ്ങനെ സ്പൂണിൻ്റെ ഈ പുറകുവശം കൊണ്ട് ഇങ്ങനെ നന്നായി എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഷേപ്പ് വരുന്ന വിധം നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തീ ഇച്ചിരിയെങ്കിലും കൂടിയാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഇത്തിരി നേരം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. കാരണം നമ്മൾ ചെറിയ തീയിലല്ലേ വെക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം, ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഈ സ്പാച്ചുലയും കൊണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് വിടിപ്പിച്ച് നോക്കണം. സൈഡ് നന്നായി വിട്ട് വരുന്നെങ്കിൽ മാത്രമേ നമ്മളത് തിരിച്ചൊരു പാത്രത്തിലേക്ക് കമത്തി ഇടാൻ പറ്റൂ. പക്ഷേ ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ കമത്തി ഇടുന്നത്, നിങ്ങളെന്ത് ചെയ്യണം, പാത്രം ഈ പാനിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട്, അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു കൈപ്പിടിയുള്ള പാൻ വേണമെന്ന്. അത് പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാനങ്ങനെ ഈ പാനിൻ്റെ മുകളിലോട്ട് ആ പാത്രം വെച്ചിട്ട് ഇതൊന്ന് കമത്തി. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പാനിൽ കുറച്ച് ഓയിലൊക്കെ ആ സൈഡിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഇത് നമുക്ക് തിരിച്ച് വീണ്ടും ആ മുകൾ വശം ഒന്ന് വേകണം. പക്ഷേ ഞാൻ ഇട്ട വഴിക്ക് അത് ഒരു സൈഡിൽ ഒരു ഇത്തിരി ആയിപ്പോയി. ഇടുമ്പോൾ ഒന്ന് കറക്റ്റ് ഇടാൻ നോക്കണേ. അപ്പോൾ അതൊരിത്തിരി ഒന്ന് പച്ചപ്പ് മാറിയതിന് ശേഷം ഇച്ചിരി നമുക്ക് ഇങ്ങോട്ടാക്കിയിട്ട് ശരിക്കും ഇതുപോലെ ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ചെറിയ തീയിലിങ്ങനെ വേവിച്ചതിന് ശേഷം ഞാൻ ഈ സ്പാച്ചിലയും കൊണ്ടൊന്ന് പൊക്കി നോക്കിയാണെങ്കിൽ ആ അടിവശമൊക്കെ നന്നായി വെന്തായിരുന്നു. എന്നിട്ട് വീണ്ടും അതൊരു നമ്മൾ പാത്രത്തിലേക്ക് തിരിച്ചിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് ഇത് കഴിക്കാം. ഇതും കുഞ്ഞുങ്ങൾക്ക് ടിഫിന് കൊടുത്തു വിടാൻ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ 2 വീഡിയോയും പ്രയോജനമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.